ഹലോ ഹഫാറി ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഐഫട്ടി. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് സർവൈവൽ ലൈഫിൻ്റെ ലൈഫ് സീരീസിലെ ഒന്നാമത്തെ ലെസണാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇങ്ങനെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഫോറസ്റ്റിലാണ് നമ്മൾ ചെന്ന് പെട്ടിരിക്കുന്നതല്ല, നമ്മൾ ചെന്ന് വന്നിട്ട്, അതായത് ചെന്നെത്തിയിട്ടുള്ളത്. ഈ കാണുന്ന ഹെലികോപ്റ്റർ എങ്ങനെ ഇവിടെ എത്തിയെന്നും നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്നും ഞാൻ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഹെലികോപ്റ്റർ ഇവിടെ എത്താനുള്ള കാരണം എല്ലാം ഇതൊരു സ്റ്റോറിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറയാം. ഈ ഒരു സ്റ്റോറിയുടെ പേര് സർവൈവൽ ലൈഫ് എന്നാണ്. അതിലെ ഒന്നാമത്തെ ലെസണാണ് നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെലികോപ്റ്ററിൻ്റെ ഇൻറ്റീരിയറാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ ഇൻറ്റീരിയർ. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാപ്പ് ഡോർ സെറ്റിംഗ്. ഇത് എല്ലാ ഹെലികോപ്റ്ററിനും ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെലികോപ്റ്ററിന് മാത്രം ഉണ്ടാവാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇവനെന്ന് പറയുന്നത് AI ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റോബോട്ടാണ്. ഈ റോബോട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന് ഓണായി കഴിഞ്ഞാൽ മറ്റേ സോളാർ പോലെയാണ്. ഒരുപാട് ഊർജ്ജം വലിച്ചെടുത്തിട്ട് നൈറ്റ് ആകുമ്പോൾ പ്രവർത്തിക്കുക. അതുപോലത്തെ എപ്പോൾ വേണം പ്രവർത്തിക്കാൻ ചാൻസ് ഉണ്ട്. ഇവൻ നമ്മൾ ഒരുപാട് അടിക്കുക, കുത്ത, ഇങ്ങനെ ഒരുപാട് സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിലിറ്ററി കമ്മീഷണർമാരെല്ലാം പറഞ്ഞിട്ടുള്ള ഇവനൊന്നും ചെയ്യാൻ പാടില്ല, ഇവനെ നോക്കലാണ് മെയിൻ എക്സാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവൻ എന്തെങ്കിലും ബ്രോക്കൺ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ നമ്മളെ ഈ ഒരു എക്സാമിൽ നിന്ന് മാത്രമല്ല നമ്മളെ കില്ലിങ്ങിന് പോലും സാധ്യത ആവുന്നതാണ്. അതുകൊണ്ട് ഇവനെ പരമാവധി കെയർ ചെയ്യുവാണ്, നമ്മൾ അടിയും കുത്തും വെട്ടലൊക്കെ കൊള്ളുന്നത്. അങ്ങനെ ഇരിക്കെ എനിക്കൊരു ഐഡിയ തോന്നി. ഇവന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെലികോപ്റ്ററിന് പുറത്താക്കും, എന്നിട്ട് ഇവൻ ഈ ഹെലികോപ്റ്ററിന് പലതും ചെയ്തു കിട്ടും. ഇത് നമുക്ക് തന്ന മൈനിങ് സെറ്റപ്സും വെപ്പൺസ് എല്ലാം ഇവനെടുത്ത് കളിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ചെസ്റ്റിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ ഞാനൊരു ബേസ്മെൻറ്റ് ഉണ്ടാക്കും. ഇതിനടിയിലോട്ട് കുഴിച്ച് പോയി അവിടെ ഒരു ബേസ്മെൻറ്റ് ഞാൻ സെറ്റ് ചെയ്യും. അത് രണ്ടാമത്തെ ലെസൺ ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കണ്ട, നമ്മുടെ സ്റ്റോറിയിലോട്ട് പോകാം. സ്റ്റോറി എന്ത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ സ്കൂളിൽ എൻ്റെ ഈ ഒരു ആളുടെ ഫ്രണ്ട് ലൂയി എന്ന് പറയുന്ന ഫ്രണ്ടിന്, ആ ഒരു ഫ്രണ്ട് നമ്മളും കളിച്ചുകൊണ്ടിരിക്കുക. ഒരു ഫൈറ്റ് നമ്മൾ രണ്ടുപേരും നടക്കുകയാണ്. എന്തോ ഒരു ഗെയിമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഫൈറ്റ് നടക്കുകയാണ്. ഞാനാണ് ജയിച്ചത്, ഞാനാണ് തോറ്റത്, അങ്ങനെ എന്തോ ഒരു ഫൈറ്റ് നടന്നിട്ട്, എന്തോ ഒരു ഫൈറ്റല്ല, നമ്മൾ കളിക്കുന്ന പോലെ എന്തോ ഒരു കളിയാണ്, സോൺ പേപ്പർ സീസർ അങ്ങനെ എന്തോ ആണ്. അത് കളിച്ചപ്പോൾ ജയിച്ചവൻ വിട്ടു കൊടുത്തില്ല, അതാണ് സംഭവം. അതായത് ലൂയി നമുക്ക് വിട്ടു തന്നില്ല. അങ്ങനെ അവിടെ ഒരു ഫൈറ്റായപ്പോൾ ലൂയിയുടെ ഫാദർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ലൂയിയെ കൊണ്ടുപോകണം. അതായത് ലൂയിക്ക് ആ സ്കൂളിൽ നിന്ന് TC കിട്ടിക്കഴിഞ്ഞു. അതെന്തിനാണെന്ന് മനസ്സിലായില്ല, പക്ഷെ TC കിട്ടിയതാണെന്ന് മനസ്സിലായി. ഇത് ലൂയി പോയ ഇതേ സമയത്ത് തന്നെ ഇവൻ്റെ സ്കൂളിലത്തെ പ്യൂണ് അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, ഒരു എക്സാം ഉണ്ട്, അതിലോട്ട് നമ്മൾ സെലക്റ്റായി എന്ന് പറയുന്നു. ഇതോടെ നമുക്ക് സന്തോഷം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു മിലിറ്ററി സർവൈവൽ ലൈഫിൻ്റെ ഇതിലോട്ട് ചേരാമെന്ന്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 എക്സാമാണ്. 5ാമത്തേതാണ് ഫൈനൽ എക്സാം. 1ാമത്തെ എക്സാം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഫോറസ്റ്റ് നമ്മൾ സർവൈവ് ചെയ്യണം. ആ ഫോറസ്റ്റിൽ ഒരുപാട് ബിൽഡ്സ് കൊണ്ടുവരണം. അതായത് ഒരുപാട് ഐലൻഡുകൾ, വില്ലേജസ്, താമസിക്കുന്നവർ, ഒരുപാട് കാര്യങ്ങൾ, മ്യൂസിയം, ബിൽഡിങ്സ്, റോഡ്സ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരണം. മാക്സിമം ബിൽഡുകൾ കൊണ്ടുവരണം, അതാണ് സംഭവം. അതുപോലെ 5 ഫോറസ്റ്റ് നമ്മൾ സർവേ ചെയ്യണം. 5ാമത്തേതാണ് എക്സാം. അതായത് ഒരു വലിയ സിറ്റി നമ്മൾ സർവേ ചെയ്യണം. അവിടെ മാഫിയ, ഗാങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ തുടങ്ങി ഒരുപാടുണ്ട്. അങ്ങോട്ടൊന്നും നമ്മളിപ്പോൾ എത്തിയിട്ടില്ല. 1ാമത്തെ ഈ സർവൈവൽ ലൈഫ് എന്ന് പറയുന്ന സീരീസിൽ തന്നെ ഒരുപാട് ലെസൺ ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത സീരീസ് സിറ്റി ലൈഫ് എന്ന് പറയുന്ന സീരീസാണ്. 5ാമത്തെ സീരീസാണ് സിറ്റി ലൈഫ്.
അതിലും ഒരുപാട് ലെസൺസ് ഉണ്ട്. നിങ്ങൾ തീരാണ് അഞ്ചാമത്തെ എത്താൻ ഒരുപാട് കഷ്ടമാണ്. നമ്മൾ ഈ ഒരു ഫോറസ്റ്റിൽ സർവൈവ് ചെയ്യുന്നത് തോറ്റ് കഴിഞ്ഞാൽ വീണ്ടും 1 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതേ ഫോറസ്റ്റ് അല്ല വേറെ ഫോറസ്റ്റിലോട്ട് കൊണ്ടുപോയി നമ്മൾ അവിടെയും സർവൈവ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയാണ് ഹെലികോപ്റ്ററിൽ നമ്മളെ കൊണ്ടുവരും. അതായത് 2 ഹെലികോപ്റ്റർ, ഒന്നിൽ നമ്മളായിരിക്കും, മറ്റൊന്നിൽ നമ്മളെ ഫോളോ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മളെയും നമ്മുടെ ഹെലികോപ്റ്ററിനെയും നമ്മളെടുത്ത സാധനങ്ങളെയും നമുക്ക് തന്ന സാധനങ്ങളെയും എല്ലാം ഇവിടെ ഫിക്സ് ചെയ്തിരിക്കും. ഈ ഹെലികോപ്റ്റർ അടക്കം നമ്മൾ ഹെലികോപ്റ്റർ ഓടിക്കാൻ പഠിക്കുന്നത് എന്നാണോ അന്ന് നമുക്ക് ഇവിടുന്ന് പോവാം. എത്രത്തോളം ബിൽഡ്സ് ഉണ്ടാക്കി അതിലൊന്നും കാര്യമായിരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം ഈ ഒരു AI റോബോട്ടിനെ പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം നമ്മളെപ്പോൾ ഹെലികോപ്റ്റർ ഓട്ടാൻ പഠിക്കുന്നോ അപ്പം നമുക്ക് ഇവിടുന്ന് പോവാം. അങ്ങനെ 2 നിബന്ധനകൾ നമുക്കുണ്ട്. പക്ഷേ ഈ AI റോബോട്ടിനെ കെയർ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതിപ്പോഴൊന്നും ഓണാവില്ല എന്നാണ് തോന്നുന്നത്. ടൈംസ് ഇനിയും ആയിട്ടില്ല. അങ്ങനെ നമ്മൾ ആ ഒരു എക്സാം പാസ്സായി ഇങ്ങോട്ട് വരികയാണ്. പിന്നെ നമ്മളും ലൂയിയും ഒരു ബന്ധമില്ല. ഒരു ബന്ധമില്ല. ലൂയിയെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി. പിന്നെ വേറൊരു കാര്യം, എനിക്ക് വേണേൽ കൊല്ലാലോ, പക്ഷേ ഇവനെ കൊന്നാൽ മിക്കവാറും വധശിക്ഷ പോലും നമുക്ക് നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ പ്രൊഫസർമാരെല്ലാം. അത്രക്കും വലിയൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അവനെ കൊല്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വധശിക്ഷ പേടിച്ചിട്ട് ഒന്നുമല്ല. ആ AI റോബോട്ടിൻ്റെ പേര് ലൂയി എന്നാണ്. നമുക്ക് പണ്ട് നമ്മുടെ സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടായിരുന്നു ലൂയി. ആ ലൂയിയുടെ പേരിട്ടിട്ടുള്ള AIനെ എനിക്ക് കൊല്ലാൻ തോന്നുന്നില്ല, കാരണം ഇവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെ നമ്മൾ ഈ ഫോറസ്റ്റിലെത്തി. ഇനി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സർവൈവ് ചെയ്യണം. നമുക്ക് അതെല്ലാം മൈൻഡ് സെറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിനിവിടെ ഒരു ബുക്ക് ആൻഡ് കിൽ എന്ന് പറയുന്നത്, അതിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മ്യൂസിയം റോഡ്, അതായത് മ്യൂസിയത്തിലെത്താനുള്ള റോഡ്സ്. നമ്മൾ മൈൻ കാർട്ട് ഉപയോഗിച്ച് റെയിൽ ഉപയോഗിച്ച് അങ്ങോട്ട് എത്തും. പിന്നെ വള്ളത്തിലൂടെ ബോട്ട് ഉപയോഗിച്ചും അങ്ങോട്ട് എത്താൻ കഴിയുന്ന 2 പാത്ത് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ മ്യൂസിയം മാത്രമല്ല, വില്ലേജസിന് വേണ്ടി ഗ്രാമം, അതുപോലെ തന്നെ വലിയ സിറ്റി, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കും. അതിൽ ഏറ്റവും അവസാനം, അതായത് നമ്മുടെ പോർട്ടൽ വഴി നെതറിലോട്ട് പോയി അവിടുത്തെ റീസോഴ്സ് എല്ലാം കളക്ട് ചെയ്ത് എല്ലാത്തിനും ശേഷം അവസാനം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കും. അത് കഴിഞ്ഞ ശേഷം എൻ്റെ ഈ ഒരു സർവൈവൽ ലൈഫ് ലെസൺ ഫിനിഷാണ്. അല്ല, അവസാനത്തേത് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി, പക്ഷെ അതിനുള്ള റീസോഴ്സ് നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവില്ല. അവസാനത്തെ സാധനം 5ാം സാധനം ചെയ്യുന്നേക്ക്, അതായത് 5ാമതായി നമ്മളൊരു ബിൽഡ് ഉണ്ടാക്കില്ലോ. ഇപ്പോൾ മ്യൂസിയമാണ് മ്യൂസിയം, റോഡാണ് റോഡ്. അതിന് പകരമായി നമ്മൾ ആ ഒരു അവസാനത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി ബേസാണ്. മിലിറ്ററി ബേസ് 5ാമതായി ഉണ്ടാക്കിയാലും ഒരു പ്രശ്നമില്ല. എന്നാണോ മിലിറ്ററി ബേസ് ഉണ്ടാക്കുന്നത്, ഹെലികോപ്റ്റർ ഓട്ടാൻ പഠിക്കുന്നത്, AIനെ സപ്പോർട്ട് ചെയ്യുന്നത്, അന്ന് നമുക്ക് ഈ ഒരു മിഷൻ ചെയ്യാം. അതായത് ഈ ഒരു സർവൈവൽ ലൈഫ് എന്ന് പറയുന്ന സീരീസ് ഉണ്ടാവും. അതൊക്കെയാണ് സംഭവം. പക്ഷേ ആ ഒരു മിലിറ്ററി ബേസിൻ്റെ വലുപ്പതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ അതിന് വേണ്ട സാധനങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ബേസസ് ഒരുപാടാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് അയണിൻ്റെ ആവശ്യങ്ങൾ വരുന്നുണ്ട്. അയൺ ഉപയോഗിച്ചിട്ട് വേണം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ. അപ്പം നമ്മളൊരു അയൺ ഫാം തുടങ്ങണം, ഷീപ്പ് ഫാം തുടങ്ങണം, ഫ്രൂട്ട് ഫാം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങളുടെ ഫാം നമ്മൾ തുടങ്ങണം. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മൾ വീട്ടിൽ നിന്നാണല്ലോ ഈ രക്ഷ, വീട്ടിൽ നിന്ന് ബേസിലോട്ട്, ബേസിൽ നിന്ന് തിരിച്ച് നമ്മുടെ ഇങ്ങോട്ട് ഈ ഒരു ഫോറസ്റ്റിലോട്ട്. ആദ്യം വീട്, പിന്നെ നമ്മുടെ മിലിറ്ററി ബേസ് മിലിറ്ററി ബേസൊക്കെ ഇവിടുന്ന് എത്ര 40,000 ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ടാണ്. അതുവരെ നീന്തി പോകാൻ കഴിയും, എങ്കിലും നമ്മളത് ചെയ്യുന്നില്ല. 40,000 ബ്ലോക്ക് തുഴഞ്ഞ് പോകാമെന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാടാണ്. നമുക്കെന്തായാലും ഇവിടെ സർവൈവ് ചെയ്തേ പറ്റും. AI ഒരു പണി ഒപ്പിക്കാതെ നിന്നാൽ മതിയായി.
അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ, അതായത് വീട്ടിൽ നിന്ന് മിലിറ്ററി ബേസിൽ നിന്ന് നേരെ ഈ ഒരു ഫോറസ്റ്റിലോട്ട്, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് പൊട്ടാറ്റോ, ക്യാരറ്റ്, വീറ്റ് ഇതെല്ലാം എടുത്തിരുന്നു. അതെല്ലാം രണ്ടാമത്തെ ലെസണിൽ നല്ല വ്യക്തമായി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ലെസണിൽ ഇത് ഫസ്റ്റ് നൈറ്റാണ്, ഒന്നാമത്തെ രാത്രിയാണ് കേട്ടത്. ഇത് അവിടെ ഇതൊരു ട്രേഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ സോംബീസ് എല്ലാം അലേർട്ടായിട്ടുണ്ട്. നമുക്ക് വേഗം പോയി കിടന്നിറങ്ങിയിട്ട് നാളെ അങ്ങനെ നമ്മളിത് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ഒന്ന് അടിക്കണ എൻ്റെ മോനെ, സോമിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അയണ് കിട്ടി. ഓക്കെ, ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നു. ഇപ്പോൾ നമുക്ക് ലാനിൽ ഒരാൾ ഫോണും ചെയ്തു. ലാനിത് ഇവിടെയാണ്, ഇവിടെ ഇപ്പോൾ എല്ലാം ഓഫാണ്. ഇങ്ങോട്ട് നമുക്ക് ഫോൺ ചെയ്തു. അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫസർ തന്നെയാണ്. ലാന് നമുക്ക് വെറും 5 മിനിറ്റ് മാത്രമേ കിട്ടുള്ളൂ. അതിൽ വെറും സെക്കൻഡുകൾ മാത്രമാണ് പ്രൊഫസർ വിളിച്ചത്. അപ്പോൾ ഞാനിത് ലാന് ഓൺ ചെയ്തു. അതായത് ഇത് നിങ്ങൾ വിചാരിക്കും സൗണ്ടാണെന്ന്, സൗണ്ട് തന്നെയാണ്. പക്ഷേ ലാൻ ഓണാക്കാൻ നമ്മുടെ ഫോൺ സൗണ്ട് ഓപ്പൺ ചെയ്യണം, എങ്കിലേ നമ്മൾ ലാനിൽ പറയുന്നത് കേൾക്കുള്ളൂ. അങ്ങനെ ഞാൻ ലാന് ഇപ്പോൾ വിളിച്ചത് MUMJAD പറഞ്ഞ പ്രൊഫസറാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് പേര്. അതും ഒരു റോബോട്ടിക് പ്രൊഫസർ തന്നെയാണ് പറഞ്ഞത്, നല്ല പ്രൊഫസർ തന്നെയാണ്. ഓരോന്നിൻ്റെ സിം ഇടുകയാണ്, ഇതിൻ്റെ തലയിലെല്ലാം സിമ്മുണ്ട്, അതിനനുസരിച്ചാണ് ഇവൾ പ്രവർത്തിക്കുക. എനിക്കറിയില്ല. ആ പ്രൊഫസർ എന്തായാലും നല്ല തന്നെയാണ്. അപ്പോൾ ലാനിൽ വന്നു. ഇനി ഒരിക്കലും വീണ്ടും ലാൻ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലാന് വളരെ കുറഞ്ഞ ടൈമിൽ വരുള്ളൂ. ഇനി വരികയാണെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് റിപ്പോർട്ട്സ് അയക്കും, അത് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ നമ്മളിത് നൈസായി പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വൂൾഫിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ. ഇവിടെ എപ്പോഴും വരും. നമ്മൾ മൈനിങ്ങിന് പോകുമ്പോഴും ഫ്രൂട്ട് പറിക്കാൻ പോകുമ്പോഴും വുഡ് കട്ട് ചെയ്യാൻ പോകുമ്പോഴും എപ്പോഴാണെങ്കിലും ഈ ഒരു ഫോക്സ് ഇവിടെ തന്നെ കാണും. നല്ല ക്യൂട്ടാണ് ഇവനെ കാണാൻ. ഇവനെ നമുക്ക് നമ്മുടെ പെറ്റാക്കാൻ കഴിയും. ഇവനക്ക് ഫുഡെല്ലാം കൊടുത്ത് ഇവനെ മയക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവനായിരിക്കും നമ്മുടെ അടുത്ത ലെസണിലെ പെറ്റ്. എനിക്ക് എന്താ തിന്നാൻ കൊടുക്കുകയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മളെ പേടിയാണ്. ഓക്കെ, മെല്ലെ മെല്ലെ അഞ്ഞി വരുന്നുണ്ട്. ഞാൻ പേടിച്ചോയി, സോംബിയാന്ന് വിചാരിച്ചു. ഓക്കെ, ട്രേഡർ ഫ്രണ്ട്സ്, ഇവൻ്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടെന്ന് എനിക്കറിയില്ല. ട്രേഡ് നെറ്റ് നോക്കാം. അവിടെ ചേട്ടാ, എനിക്ക് കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നു. തനിക്ക് ലാഭമല്ലോടോ. ഇവിടെ എന്തിടോ? ആന്ന് ഫ്രണ്ട്സ്. ഓക്കെ, ഗൺ പൗഡർ, പിന്നെന്താ സാപ്ലിങ് ഉണ്ട്. ഒരേ മുറകളുടെ അടുത്ത പൂ കിട്ടും. അതുപോലെ തന്നെ 3 കെൽപ്പാണ്. പിന്നെ എന്തോ സാൻഡ് പോലത്തെ എന്തോ ഒരു സംഭവമുണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച വീണ്ടും ലാനിൽ MUMDJ പറയുന്ന ആ ഒരു പ്രൊഫസർ വീണ്ടും ലാനിൽ വന്നു. ലാൻ ഒപ്പം വരും. എന്തോ പ്രശ്നമുണ്ടല്ലോ. ലാൻ ഒരുമിച്ച് വരികയാണ്. മിലിറ്ററി ബേസിൽ എന്തോ അറ്റാക്ക് നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാണ്. മിലിറ്ററി ബേസിൽ എന്തോ പ്രശ്നമുണ്ട്, അവർ നമ്മളെ അറിയിക്കാൻ നോക്കുന്നുണ്ട്. നമ്മളൊക്കെ ഉണ്ടായതാലും അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയില്ല. 4000 ബ്ലോക്ക് തുഴഞ്ഞു പോയി അവിടെ ഒരു പ്രശ്നവും എന്നുണ്ടെങ്കിൽ നമ്മളെ കഥ. എനിക്കൊരു ഫോക്സ് ഇത് നമ്മുടെ വലയത്തിൻ്റെ ഉള്ളിൽ വന്ന് പെട്ടിട്ടുണ്ട്. ഇവന്മാരൊക്കെ എങ്ങനെ കയറുന്നില്ല. നമുക്ക് നോക്കാം എവിടെയെങ്കിലും കയറാനുള്ള വഴി ഉണ്ടാകും. ഇവിടെ എവിടെയും വഴിയൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ അവന്മാർ കയറി? ഓക്കെ, ഞാൻ ഡോറും തുറന്നിട്ടിട്ടില്ല ഫ്രണ്ട്സ്. എന്തായാലും മിലിറ്ററി ബേസിൽ എന്തോ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട്.
ഇവിടെ വേണം. നിനക്കെന്താടാ തിന്നാ വേണ്ടേ? പറയടാ, പറഞ്ഞിട്ട് പോടാ. ഓക്കെ, ഇവനിവിടെ ട്രാപ്പായെന്നാണ് തോന്നുന്നത്. ഈ ആമക്കണ്ണൻ, പാവ ആമക്കണ്ണൻ, നിന്നെ ഞാൻ പുറത്തോട്ടിട്ട് തരാടാ. പാവത്തിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലല്ലോ. ഇവൻ്റെ അതേ ഹൈറ്റാണ്, ഇവൻ്റെ എങ്ങനെ പുറത്തിറങ്ങാൻ? എവിടെടാ കുറുക്കാ നീ എവിടെ? അമ്പട കള്ള, എനിക്ക് വരാൻ കഴിയില്ല എന്ന് വിചാരിച്ചാ? വരാൻ കഴിയില്ലല്ലോ. ആ കുറുക്കന് ഇടയിലൂടെ പിടിച്ച് ഏയ്, അവനെ പിടിക്കുമ്പോഴത്തേനും എൻ്റെ കഥ കഴിയും. അപ്പോൾ അത് ഈ ഒരു ഭാഗത്ത് എന്തായാലും മൈനിങ് ഉണ്ടാക്കണം. മൈനിങ് അല്ല നമ്മുടെ ബേസ്. കാരണം ഈ ഒരു AI ഇപ്പോഴും ഓഫ്ഡാണ്. നമ്മൾ ഓണാക്കലാണോ? വേണ്ട, സ്വിച്ച് വിളിച്ചാൽ ചിലപ്പോൾ ഓണായിന്ന് വരും. ഇങ്ങോട്ട് എന്തായാലും ഒരു ബേസ് ഉണ്ടാക്കണം, അത് ഉറപ്പാണ്. വളരെ യൂസ്ഫുൾ ആയിരിക്കും, പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. AIനെ എതിർക്കാനും മറ്റെന്തിനാണെങ്കിലും അത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ രണ്ടാമത്തെ ലെസണിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേ കളിക്ക് നമ്മുടെ ഇവൻ അടിച്ച് തീർത്താലോ എന്നുണ്ട്. ആരടാ അത് ഫ്രണ്ട്സ്? എൻ്റെ അമ്മോ, ഇവന്മാർക്കെല്ലാം പവർ ഉണ്ട്. എന്തായാലും നമ്മുടെ സോഡ് നോക്കിയ ഷാർപ്പ്നെസ് 1, നോക്ക് ബാക്ക് 1, ഡയമണ്ട് സോഡ്. ഇതിന് പോരെ, അവന്മാരെല്ലാം ലൊട്ടക്കോ ആണ്. തീർത്ത് 2 ലെതർ കിട്ടി. നമ്മളെ കയ്യിൽ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ആൻഡ് കില്ലുണ്ടാക്കി ആ ഒരു ബുക്ക് ഷെൽഫ് പോലത്തെ ആ ഒരു സംഭവത്തിന് അവിടെ വെക്കാൻ കഴിയും. തുപ്പല ഇനി തീർന്നതാണ്. അവൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. ലെതർ പോയിട്ട് കൊതർ പോലും കിട്ടിയില്ല. ഇവനെ കൊന്ന എന്താ കിട്ടിയ? ഒന്നും കിട്ടിയില്ല. നമ്മളെന്ത് ക്രൂരനാണ്. ആളുകളെ കൊന്ന് സാധനങ്ങൾ എടുക്കുന്ന അങ്ങനെയുള്ള സാധനം നമുക്ക് വേണ്ട. പക്ഷേ വേണം. ഈ മുയലാണെന്നുള്ള റേസ് കൊടുത്ത് പറഞ്ഞതാണ്. ആമനെ കൊല്ല എന്താ വേണ്ടേ? കത്തി തന്നെയാണ്. കൊന്നു. ചത്തു ഫ്രണ്ട്സ്. പക്ഷെ ഒന്നും കിട്ടിയില്ല നമുക്ക്. എൻ്റെ വാള് ബ്രേക്കാവോ? നീ അങ്ങോട്ട് പോ. ചത്തു. ഇതെന്താ കിട്ടിയ? സീഗ്രാസ്. ഓ, അടിപൊളി സാധനം. അടിപൊളി തന്നെയാണ് അതും. അതിൻ്റെ അവിടെ ഒരു വെട്ടം. അങ്ങോട്ട് പോയി നോക്കിയാലോ? ഇതെന്താ സംഭവം? അതെന്താണ്? എനിക്കറിയാൻ പറ്റത്തില്ല ഇതെന്ത് സംഭവം. ഓക്കെ, നമ്മളെ ശ്വാസം ഒന്ന് ബ്രീത്ത് ചെയ്തിട്ട് വരാം. ഓക്കെ, നമുക്ക് ലെറ്റ്സ് ഗോ. അടാ, ഇതും കൂടി ഒന്ന് പൊട്ടിച്ചേക്കാം. എന്നാ പിന്നെ അതും കിട്ടും. 5 കിട്ടി. ആരടാ നീ? എന്നെക്കൊണ്ട് വെയ്യടേ. ഓക്കെ, നമ്മുടെ ശ്വാസം ഇല്ലമ്മോ ചാവലടേ. ഇനി വാടാ നീ. എവിടാ നീ? വാടാ. എന്തുമാത്രം ധൈര്യടാ നിനക്ക് ഞാനുമായി മുട്ടാൻ? വാടാ. ഒരു കൈ നോക്കല്ലേ നമുക്ക്. എൻ്റെ കയ്യിൽ ലോങ് റേഞ്ച് ഇല്ലാന്ന് വിചാരിച്ചല്ലേ? അവൻ്റെ കയ്യിൽ എന്താ ലെതറില്ലേ? ഓക്കെ, നമ്മുടെ ഹെലികോപ്റ്റർ അടിപൊളി. ഇതെന്താ പ്രീമിയം ക്രിസ്റ്റൽസോ? ആയിരിക്കട്ടെ. നമ്മുടെ ഹെലികോപ്റ്റർ രക്ഷയില്ലല്ലേ കാണാൻ. അടിപൊളി. നമ്മൾ ഇതിലാണ് പറന്ന് ഇവിടെ എത്തിയ. ഞാനെന്തിനങ്ങനെ വെള്ളം അയണ് ഫ്രണ്ട്സ്. ഓക്കെ, അയൺ ഇങ്ങോട്ട് കിട്ടിയത്. നമ്മളാ സോംബിയെ കൊന്നിട്ട് കിട്ടി. ഓർമ്മ വന്നു. അയണും ഈ ഒരു സംഭവം ഇവിടെ. പെരയിലോട്ട് കയറരുത് കേട്ടോ. അല്ല, എൻ്റെ ഹെലികോപ്റ്ററിലോട്ട്, എൻ്റെ തലയിലോട്ട് കയറി. അവൻ്റെ ജീവനെ പറഞ്ഞാൽ എൻ്റെ ജീവനാണ്.
ആ ഫോക്സ് അണ്ണൻ പോയാ? ഫോക്സ് അണ്ണൻ മിക്കവാറും കിട്ടി ഗ്യാപ്പിൽ ഓടിക്കളഞ്ഞു. ഫോക്സ് അണ്ണേ, ആ ഇവിടെ ഉണ്ടായിരുന്നേ. നല്ല നല്ല ഇണങ്ങി വരുന്നുണ്ട് ഫ്രണ്ട്സ്. അതാണ് നമ്മുടെ ഒരു തീരുമാനം. അവരിണങ്ങി വന്നാലേ നമുക്കും അവനുമായി മിണ്ടാൻ പറ്റുകയുള്ളൂ. ഈ നീന്തി കിടക്കുന്നത് എത്ര കഷ്ടമാണെന്ന്. നമുക്കൊരു ബോട്ടുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പാലം ഉണ്ടാക്കുന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ട് വരെ തൊയഞ്ഞു പോയി തിരിച്ചാൽ ബോട്ട് പൊട്ടിക്കണം. വീണ്ടും അവിടുന്ന് തൊയഞ്ഞ് അങ്ങോട്ട് പോയി അവിടുന്ന് ബോട്ട് പൊട്ടി ഒരുപാട് പണി. പാലം ഉണ്ടാക്കിയാൽ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടുന്ന് ഇങ്ങോട്ടൊരു പാലം നടന്നു വന്നാൽ മാത്രം മതി, മറ്റൊന്നും നോക്കണ്ട. അപ്പോൾ അതിനായി ഒരുപാട് വുഡ് നമുക്ക് വേണം. വുഡ് എടാ മഷ്റൂംസ് അല്ലേ ഇത്? നൈറ്റ് ആവാറായി. ഓ മഷ്റൂംസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. 2 3 ഇതെപ്പോഴെങ്കിലും കഴിക്കാനൊക്കെ ഉപകാരമാവും. 4 6 7 8 9 10. ഓക്കെ, ആദ്യം അവിടെ ഒരു ചിക്കനെ വെറുതെ വിട്ടേക്കാം. ഈ ഷുഗർ കെമിക്കാണ് ഇനി നമുക്ക് പോവാം. തോണി ഉണ്ടാക്കുന്നത് നല്ലതാണെന്ന് ഇപ്പോഴാണ് തോന്നിയത്. ഇത്രത്തോളം റീസസ് ഉണ്ടായിട്ട് ഒരു തോണി ഉണ്ടാക്കിയില്ലെന്ന് പറഞ്ഞാൽ മോശമായി പോയില്ലേ? എടാ സോംബീസ് വരുന്നതിന് മുമ്പെങ്കിലും നീ അവിടെ എത്തടാ. ഓവർനൈറ്റ് ആയി കഴിഞ്ഞു. നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ വെട്ടം കണ്ടോ? ബാക്കിലിത് മുമ്പിലുണ്ട്. ഓവർ ഡീപ്പിലോട്ടൊന്ന് ഇറങ്ങി ചെല്ലണ്ടേ? നമുക്ക് വേഗം അവിടെ തന്നെ. ഒന്നും ഇവിടെ സ്പോണാവരുതേ. വിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ സ്പോണായി നിന്നിട്ടുണ്ട്. അല്ല, നമ്മുടെ ഉള്ളിലല്ല ഒന്നും. നിങ്ങളൊക്കെ ഞാൻ തരടാ, എല്ലാത്തിനെയും ഒന്ന് തീർക്കും. ക്രീപ്പർ മാത്രം വരാതെ നിന്നാൽ മതി. ആരൊക്കെടാ വന്നിട്ടുണ്ട്? ഇനി ആരും ഇല്ലേ? എങ്കിൽ നമുക്കവിടെ റീസേർച്ച് കളക്ട്. വേഗം 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 ഒന്ന് വേഗം ഇടൂ. നീ അവിടെ പൊട്ടിക്കിടന്നു. അനക്കുള്ള ഞാൻ തരടാ വിച്ചേ. അപ്പോൾ ഇവിടെ വില്ലേജർ ഉണ്ടായിരുന്ന വില്ലേജറിന് ഇടി വെട്ടുമ്പോഴല്ലേ വിച്ചാവുന്നത് ഫ്രണ്ട്സ്. അവൻ്റെ ഒരു ചിരി. എടാ 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 എന്തെങ്കിലും ഒന്ന് കഴിക്കണം, ഇല്ലെങ്കിൽ പണി പാടും. നമ്മുടെ ഫുഡും കുറവാണ്. ചത്തില്ലേ? എൻ്റെ അമ്മോ, ഒന്നും കഴിക്കാനില്ലടേ. എന്തവസ്ഥയാടോ? കിടന്നുറങ്ങുള്ളൂ. ഒരുമാതിരി പോയിസൺ പിടിച്ച ഞാനാ ഇവിടെ വെച്ച്. എടാ എന്നോട് ഇങ്ങോട്ട് കയറരുത്. ഇവിടെ നിന്നു. അല്ലെങ്കിൽ വേണ്ട, കംപ്ലൈൻറ്റ് വരുമായിരിക്കും ഹെലികോപ്റ്ററിൽ എന്തെങ്കിലും പൊട്ടിച്ചാൽ. ഇവിടെ ഒരുപാട്. എൻ്റെ അമ്മോ ക്രീപ്പർ, ഒന്ന് ഓടടാ നീ. എൻ്റെ അമ്മോ ക്രീപ്പറിന് നമ്മളെ അവശിഷ്ടാക്കിയിട്ടേ പോകുന്നുള്ളൂ. എന്താണ് ഇവിടെ ഓടാ ക്രീപ്പർ എവിടെ? അയ്യോ എൻ്റെ കുറുക്കൻ, അങ്ങോട്ട് കയറടാ എൻ്റെ കുറുക്കൻ. നമ്മളിപ്പോൾ ചാവും. കുറുക്കനേക്കാൾ വലുത് ജീവനാ. എന്തെങ്കിലും ഫുഡ് ഒപ്പിക്കാതെ പറ്റൂല. നിന്നെ ഞാൻ കൊന്നിരടാ. പാവം ചത്ത്.
നിന്നെ വേണ്ട, അതൊന്ന് എടുത്തേക്കാം. ഓ, നമ്മുടെ കയ്യിൽ ഈ മഷ്റൂം ഞാൻ മിണ്ടില്ല. നമ്മുടെ കയ്യിൽ ആക്സ് ഉണ്ടോ? ആക്സ് ഇല്ലെങ്കിൽ ഞാൻ ഈ പരീക്ഷണം ഒയ്യും. ആക്സ് പോലും തരാതെയാണ് ഞങ്ങളെ വിട്ടിട്ടുള്ളത്. ഈ അപ്പുറത്തിലില്ലെങ്കിൽ എൻ്റെ കഥ ഉണ്ട്. അതിന് പകരം എന്ത് വെക്കും? ഹെൽമെറ്റ് വെക്കാം. ഇനി നമുക്ക് പോവാം. ഇതുകൊണ്ട് അടങ്ങാറായി. അതെന്തിൻ്റെ പകരം എടുക്കും? ഇതിൻ്റെ പകരം. ഇനി പോവാം. അവിടെയുള്ള ടോട്ടൽ ഫോറസ്റ്റ് ഒന്ന് ഡീഫോറസ്റ്റേഷൻ ചെയ്യാം. ഇവിടെ ഒരു ബോട്ട് ഉണ്ടാക്കാനുള്ള മരം പോലും എൻ്റെ കയ്യിലില്ല. ഇതെന്താ സാധനം? അതെന്താ സാധനം? കിട്ടും. 6 ലെവലായിട്ട്. ഇങ്ങനെ പോയാൽ പോരുന്നോ? ഇടയ്ക്കിടെ കുറച്ച് മണ്ണാണ് നല്ലതാണ്. എങ്കിലും ഒരുപാട് ബുദ്ധികൾ വീണ്ടും ക്രിയേറ്റായി വരും. മിക്കവാറും എനിക്കൊരു സ്റ്റേക്ക് മഷ്റൂം കിട്ടുമായിരിക്കും. ഓക്കെ, മഷ്റൂമിൻ്റെ സ്റ്റ്യൂ ഇല്ലേ ഫ്രണ്ട്സ്? അത് നമുക്ക് കുടിക്കാമല്ലോ. അടിപൊളി തന്നെ. ഈ ലൈഫ് നല്ല രസമുണ്ട്. എക്സാം ജയിച്ച 40 സിസ്റ്റം മുഴുവൻ എമറാൾഡാണ് കിട്ടാൻ പോകുന്നത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? ഇല്ലല്ലോ. ഇല്ലയെന്നായിരിക്കും എൻ്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ. ഇല്ല. എങ്കിൽ ഞാനിപ്പോൾ പറയുന്നു, ഈ ഒരു 5 ഫോറസ്റ്റ് നമ്മൾ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 40 ചെസ്റ്റ് മുഴുവൻ എമറാൾഡ്, ഗോൾഡ്, അയണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളിന്ന് ചാവാൻ ചാൻസ് ഉണ്ട്. 30, 31. ഇത്രയൊക്കെ മതി ഇപ്പോൾ തൽക്കാലത്തിനോട്ട്. അല്ലെങ്കിൽ നമുക്ക് ആ മരം കൂടി വെട്ടാം. ഇല്ലല്ലോ. ഒരു വാളെടുത്തൊക്കെ നല്ലതാണ്. ഇവിടെ എല്ലാം പലതും ഉണ്ട്. ഞാനിനി മഷ്റൂംസ് എല്ലാം ഒന്ന് കളക്ട് ചെയ്യും. മഷ്റൂം കൊണ്ടുള്ള ഉപകാരം ഒരുപാട് മഷ്റൂംസ് നമുക്ക് കളക്ട് ചെയ്യണം. നിൻ്റെ ലെതർ എനിക്കൊന്ന് തരുമോ? പാവം, ഒരു ലെതറിന് വേണ്ടി ഞാൻ അവനങ്ങ് എടുത്തു. നമുക്കിവിടെയുള്ള മഷ്റൂംസ് എല്ലാം കളക്ട് ചെയ്തെടുക്കണം. എത്ര ആവുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. എത്ര ആയാലും ഇപ്പം എന്താ, നമുക്ക് മഷ്റൂംസ് എല്ലാം ആവശ്യമില്ല. ബ്ലോക്ക് അടക്കം ഞാൻ പൊട്ടിച്ചെടുക്കാം. ഞാൻ പവർ തന്നെ. ഇവിടെ ബ്ലോക്ക് കിട്ടുന്നുണ്ട് നമുക്ക്. നമ്മൾ പുലി തന്നെ. ഇനിയില്ലേ നമ്മുടെ ഹെലികോപ്റ്റർ അവിടെ ഉണ്ട്. ഞാൻ പേടിച്ചു. ഹെലികോപ്റ്ററുള്ള ഐലൻഡ് അങ്ങോട്ടാന്ന് ഞാൻ മറന്നുപോയി. ഇവിടെ ഒരു രാവിലെ ഫുള്ള് ഇതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത്രക്കും ഒരുപാട് ഇവിടെ മുളച്ചിട്ടുണ്ട്. അത്രക്ക് പറഞ്ഞാൽ ഈ കാട് മൊത്തം നോക്കി എടുക്കേണ്ടി വരുന്ന തോന്നുന്നു. ഒന്നും നോക്കണ്ട, ഇല്ലത് എടുക്കാം. നമ്മുടെ സോഡിൻ്റെ കാര്യത്തിൽ ലീഷോണ്ട് നമുക്ക് കയറുകൊണ്ട് മഷ്റൂം എടുക്കുന്ന ഞാൻ പുതിയ കണ്ടുപിടുത്തം. കയറുകൊണ്ട് നമുക്ക് മഷ്റൂം എടുക്കാം കേട്ടോ. ആരും പിടിക്കേണ്ട ആവശ്യമില്ല. കയറുകൊണ്ട് എളുപ്പപ്പണിയാണ്. കണ്ടോ എത്ര വേഗമാണ് പൊട്ടിക്കിട്ടുന്നത്. യാതൊരു പേടിയും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് മഷ്റൂംസ് കിട്ടുന്നുണ്ട്. അയ്യോ, വീണ്ടും മറന്ന് എവിടെയായിരുന്നു? അതെ അവിടെ. എനിക്ക് വിശക്കുന്നു. ആരെങ്കിലും ഒരു ഇത്തിരി മഷ്റൂംസ്. നമുക്ക് കുറച്ച് വുഡും കൂടി അതിനിടയിൽ വെട്ടാം.
നന്നായി വുഡ് ലഭിക്കട്ടെ. അതിനിടയിൽ മഷ്റൂംസ്. ആഹാ, എന്താ സുഖം. ഒരുപാട് മഷ്റൂംസ് കിട്ടട്ടെ. ഇവിടൊക്കെ ഇനിയുണ്ട് ഒരുപാട് മഷ്റൂം കൊണ്ട് എന്ത് നമുക്കിനി ഉണ്ടാക്കാൻ പറ്റും. അത്രയ്ക്ക് മഷ്റൂംസ് ഇവിടെ കാണുന്നു. ഒരുപാട് മഷ്റൂം. ഓക്കെ, അതെന്താ സംഭവം? വോൾഫ് കൗന്നിൻ്റെ സ്വന്തം. അതിനെന്താ കിട്ടിയ? ബീഫോ? വോൾഫ് നീയും എൻ്റെ സ്വന്തം. ഒറ്റ ഒട്ടിനവിടെ കിടക്കുന്നുണ്ട്. ആ വോൾഫിന് നമ്മളെ കടിക്കാൻ വരുന്നത് രാത്രി കാലങ്ങളിൽ അവൻ്റെ ഷോ. എല്ലാ ടൈമിലൊന്നും അവനക്ക് ഷോ ഇല്ലാതെ. നമുക്ക് ഒരുപാട് മഷ്റൂംസിന് കളക്ട് ചെയ്യണം. എനിക്ക് മഷ്റൂംസ് കണ്ടിട്ട് ഇതൊക്കെ കളക്ട് ചെയ്യാൻ തോന്നുകയാണ്. ഞാൻ മരം വെട്ടാൻ വന്നതല്ലേ ശരിക്കും, പക്ഷെ ഇന്ന് മഷ്റൂംസ് ആകർഷിക്കുകയാണ് ഫ്രണ്ട്സ്. ആകർഷിപ്പിക്കുക. 2 വട്ടം പി പറഞ്ഞു. ആകർഷിപ്പിക്കുക. എന്നെ ഇൻവൈറ്റ് ചെയ്യാണ് ഫ്രണ്ട്സ്. ഈ മഷ്റൂംസ് എന്നെ ഒന്ന് എടുത്തോക്കടാ, നല്ല ടേസ്റ്റാണ്. അങ്ങനെയല്ല, ഈ ഒരുപാടെണ്ണം കിട്ടണം എന്നുള്ളൊരു ആ ഒരു രീതിയിലുണ്ട്. അതുപോലെ തന്നെ അല്ലാതെയും. നേരം ഞാൻ നോക്കി. ഓക്കെ, ടൈം ഇനിയുണ്ട്. വേഗം കളക്ട് ചെയ്യാം. കുറച്ച് ടൈമും കൂടി ബാക്കിയുള്ളൂ എനിക്ക് തോന്നുന്നു. അതിനുള്ളിൽ നൈറ്റാവും. അല്ലെങ്കിൽ നമുക്ക് ഓട്ടം കുറവാണ്. പിന്നെ വെള്ളത്തിലും കൂടി ആയാൽ പണി കഴിഞ്ഞു. നമ്മുടെ വിശപ്പ് തടക്കാൻ കഴിയാത്തതാണ്. പരമാവധി മരങ്ങൾ വെട്ടാൻ നോക്കും. ഒരു സ്റ്റാക്കെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകണം. ഒരു സ്റ്റാക്കിന് മേലെ കൊണ്ടുപോകാൻ കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഒരു സ്റ്റാക്കിന് മേലെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഫുള്ള് എടുത്തിരിക്കും. ഓക്കെ, നമ്മൾ വെട്ടാൻ കഴിയുന്ന ലിമിറ്റ് വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ മരം വെട്ടി വെച്ചിരുന്നു. നീ എൻ്റെ തന്നെയാണ് വോൾഫ്. ഈ വോൾഫിനെ കൊന്നാൽ എന്താ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവന്മാരെ വെറുതെ കൊല്ല് ലെവൽ കിട്ടാൻ വേണ്ടി മാത്രം. ഓക്കെ, ഈ ഒരു മരം നമുക്ക് പരമാവധി എടുക്കണം. ഓക്കെ, നൈറ്റ് ആവാറായി. ഇതിനുള്ളിൽ നമുക്ക് ഈ മരങ്ങളെല്ലാം വെട്ടി നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ അടുത്തോട്ട് എത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ കയ്യിൽ വാളെല്ലാം ഉണ്ടല്ലോ, പേടിക്കേണ്ടതില്ല. അങ്ങനെ അങ്ങ് പേടിക്കേണ്ടതില്ല എന്ന് ഞാൻ പറയും. ആ മഷ്റൂം എന്നോട് പറയാണ്, എന്നെ കൂടെ എടുത്തിട്ട് പോടാ, അവന്മാരെല്ലാവരും നീ എടുത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ അവനെ എടുത്തിട്ട് എൻ്റെ വീട്ടിലോട്ട് കയറുന്നു. സോഡെടുത്ത് വെച്ചോ മകനെ. എൻ്റെ വീടെന്നും പറയാൻ കഴിയില്ല, എൻ്റെ ഷെൽട്ടറെന്നും പറയാൻ കഴിയില്ല, എൻ്റെ ഒരു തങ്ങുന്ന സ്ഥലം എന്ന് പറയാം. പിന്നെ ഞാനൊരു വീടുണ്ടാക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വീടുണ്ടാക്കുന്നത് നല്ലതാണ്. ഒരു ബിൽഡും ആവും, എക്സാമിന് മാർക്കും ലഭിക്കും. പിന്നെ ഒരു ഹെലികോപ്റ്ററിൽ എന്നും തങ്ങുന്നതിന് പകരമായി അയാളുടെ ചീത്ത പറച്ചിലെല്ലാം കേൾക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി നമ്മുടെ സ്വന്തം കാര്യങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇന്ന് കുറച്ച് നേരത്തെയാണ് നമ്മൾ എത്തിക്കുന്നത്. ഇന്നലെ കുറച്ചധികം വൈകിയായിരുന്നു നമ്മൾ എത്തിയത്.
വീട്ടിലോട്ട് പോവുക. ഇതെടുക്കുക. നമുക്കിതെടുത്ത് നോക്കാം. കുറച്ച് വുഡ് ഉണ്ടാക്കുക. ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടും. ഇതേ കിടക്കുന്നു. ഇതാണ് അടാ, അതിന് മറ്റേ മഷ്റൂമും വേണ്ടി വരും. ഷുഗർ കെയിനുള്ള നമുക്ക് ഷുഗർ ഉണ്ടാക്കാം. ഹണി സ്ട്രിങ് ഉപയോഗിച്ചാൽ നമുക്ക് ക്യാൻഡിൽസ് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് ഹണി ഒപ്പിക്കാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹണി, ഞാൻ ഈ ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ കാട്, നമ്മൾ ആരാണെങ്കിലും പ്ലെയിനിന് അടിയിലോട്ടൊക്കെ നോക്കിയിരിക്കുമല്ലോ വിൻഡോയിലൂടെ, അതുപോലെ ജസ്റ്റ് ആ ഓടിക്കുന്ന പ്ലേസിന് അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ അടിയിൽ ഒരുപാട് ഹണി ബീകൾ. നമ്മൾ അങ്ങോട്ട് പോയി തേനും എന്തായാലും കളക്ട് ചെയ്യും. നമുക്ക് എന്തായാലും ഇപ്പോൾ തിന്നാനുള്ള സാധനമാണ് വേണ്ടത്. ഈ ഷുഗർ എടുത്ത് തിന്നാൻ പറ്റുമോ? വേണ്ട, ഷുഗർ തിന്നാൽ കിളി പോകാൻ ചാൻസ്. അത് ദേ ഇവിടെ ചെയ്തു. ഇതിനെന്താ വേണ്ട? ബാമ്പു ഫ്രണ്ട്സ്. ബാമ്പു ഇവിടെ അധികം ഇല്ലാന്ന് തോന്നുന്നു. ഫ്രെയിം ഒക്കെ, സ്റ്റിക്കും ലെതറും അത് നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും. ലീഷ്, സ്ട്രിങ്, സ്ലൈം ബോൾ. ഓക്കെ, ഇതെന്താ? ക്യാരറ്റ്, ബേക്ക്ഡ് പൊട്ടാറ്റോ, ബൗള്, കുക്ക്ഡ് റാബിറ്റ്, ബ്രൗൺ മഷ്റൂം. ഓക്കെ, ഇതിനൊരു ട്രിവയർ ഹുക്ക്, 2 സ്ട്രിങ്. ഇതെന്താടാ? ഞാൻ ആ സ്ട്രിങ് എടുത്താ അതോ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതാ? ഓക്കെ, നമുക്ക് 3 പേപ്പർ ഉണ്ടാക്കാൻ കഴിയും ഫ്രണ്ട്സ്. ഓക്കെ, ഇതെന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്നെ കൊണ്ട് 100% പറയാൻ കഴിയും. ഇത് ഇപ്പോൾ മൈൻക്രാഫ്റ്റ് അപ്ഡേറ്റ് ആയി കഴിഞ്ഞല്ലോ. ആ അപ്ഡേറ്റിൽ നടന്ന സംഭവമാണിത്. അതായത് അപ്ഡേറ്റിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടോ അതെല്ലാം നടന്നു കഴിഞ്ഞു. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ബഗ്ഗാണ്. ബഗ് വളരെ നന്നായി ഇതിലോട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനിടയിൽ കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർക്കൊരു സാമ്പിൾ മാത്രം. ഇനി കളിക്കാൻ പോകുന്നവർക്കും ഡൗൺലോഡ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും കൂടിയും ചേർത്ത് ഒരു മെസ്സേജ് തന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഐറ്റംസ് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയോ? ഇല്ല ഫ്രണ്ട്സ്. ഓക്കെ, നമ്മളെന്താ പറഞ്ഞു നിർത്തിയൊക്കെ പേപ്പറല്ലേ? പേപ്പർ കാണുന്നില്ല. ഓക്കെ, പിന്നെ ചെയ്യാൻ പോകുന്നത് എന്താന്ന്? പേപ്പർ വന്നു. ഓക്കെ, 3 ഷുഗർ കെയിന്. ഈ സ്മോക്കറിന് എന്താ? ഫർണസ്, 4 വുഡ്. ഇത് ഓക്കെ, ഇത് നമ്മളെ കൊണ്ടുണ്ടാക്കാൻ കഴിയും. 3 വുഡ്, 1 കോള്, 3 സ്റ്റിക്ക്, അത് കഴിയും. ഓക്കെ, ഇത് നമ്മളെ കൊണ്ട് കഴിയും ഫ്രണ്ട്സ്. എന്താ ആകെ വേണ്ടത്? സോൾ സോയിൽ മാത്രം. ക്യാൻഡില്, ബുക്ക്, അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് ഫുഡ് ഒപ്പിക്കണം. നമ്മുടെ ബാഗ് ഇവിടെ മറന്നു വെച്ചാൽ ഞാൻ ആദ്യം നമുക്ക് ഫുള്ളങ്ങ് ഫുഡാക്കിക്കളയാം. നാളെ ഏതായാലും വീടുണ്ടാക്കാനുള്ളതല്ലേ. ഇതെന്താ 99+ എന്നങ്ങോട്ട് നീങ്ങുന്നില്ല. എത്രയായി? ഓക്കെ, ഇപ്പോഴും ഈ ഒരു വുഡിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, ഇതെന്താ സംഭവം? ഓ, അടിപൊളി. ഓക്കെ, നമുക്ക് ലെതർ കൊണ്ടുണ്ടാക്കാം, ഇതുണ്ടാക്കാം. ഓക്കെ, സീൻ തന്നെയാണ്. എന്തായാലും നമുക്കിപ്പോൾ ഇതന്നെ മതി. ഓക്കെ, 64 ആയിക്കഴിഞ്ഞു. ബാക്കി നമുക്ക് നമ്മുടെ ചെസ്റ്റിലോട്ട്, നമ്മുടെ ചെസ്റ്റല്ലേ, നമ്മുടെ ഷെൽക്കർ ബോക്സ് ഇതാണ്. നമ്മൾ ഇതുവരെ അധ്വാനിച്ചത് ഇതാണ്. ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. ഇതെല്ലാം തന്നത് മിലിറ്ററി കമ്മീഷണറാണ്. നമ്മുടെ ഐറ്റംസ് നമുക്കിവിടെ സ്റ്റോർ ചെയ്യാം. 64 വേറൊരു 8 ഉണ്ട്. ലെതർ 3 ഇത്. ഓക്കെ, സോംബിൻ്റെത്. എന്താ സ്പൈഡർ ഐ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതും. പിന്നെ നമ്മുടെ ആരോസ്, വില്ല്, പിന്നെ സ്ട്രിങ്. ഓക്കെ, ഓ എനിക്ക് മോനെ 2 സ്റ്റാക്ക് മഷ്റൂം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 6 സീഡ്, 2 ഡേട്ട്, 21, 60. ഓക്കെ, ഇങ്ങനത്തെ ഒരുപാട് വുഡ് നമ്മളെ കയ്യിലുണ്ട്. ഇതൊക്കെ ധാരാളം. ഓക്കെ, അങ്ങനെ നമ്മളിത് നൈറ്റ്
നൈറ്റിൽ ഉറങ്ങുകയാണ്. ഓക്കെ, നമ്മൾ ഉറങ്ങി എഴുന്നേറ്റു. രാവിലെ ആയിട്ടുണ്ട്. ഇറങ്ങിയതിന് മുമ്പ് നമ്മുടെ ഐറ്റം സോഡ് എടുത്തിട്ട് ഇറങ്ങുക. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. വുഡ് ഇത്ര മതിയായിരിക്കും. ഇപ്പം ഇത്രയൊക്കെ മതി. ഒരു ഷെൽറ്റർ നമുക്ക് പിന്നെ ഒരിക്കൽ തീരുമാനിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഷെൽറ്ററല്ല, പകരം റീസസ് ആണ്. ഒരുപാട് റീസസ് നമുക്ക് കളക്ട് ചെയ്യണം. ഓക്കെ, അവൻ്റെ കയ്യിൽ മറ്റേ സംഭവമുണ്ട് ഫ്രണ്ട്സ്, ആ മീൻ പിടിക്കുന്ന സാധനം. ഓക്കെ, ഇവനടിച്ചപ്പോൾ അവനക്കും വേദന എടുക്കുന്നു. എൻ്റെ മോൻ രണ്ടുപേരും കടിക്കാറില്ലടാ. ഒരുത്തനടി, ഒരുത്തൻ. അവൻ്റെ കയ്യിലെന്താ? ഗൺ പൗഡർ. ഇതെന്ത് ഇവന്മാരിങ്ങനെ ഇട്ട് കറങ്ങുന്നു? ഈ സ്പൈഡർ നമുക്ക് തട്ടാം. അവിടെ കടിക്കാൻ വേണം. ഓക്കെ, ഇവൻ്റെ കയ്യിൽ നിന്ന് ഗൺ പൗഡർ കിട്ടി. ഇത് സ്പൈഡറും വരുന്നുണ്ട്, രണ്ടുപേരും. ഓക്കെ, അവനെ അത് പേടിച്ചോടിയതാണ്. വട നിനക്കുള്ളത് ഞാൻ തരണം. അവനെ കൊന്നു. പക്ഷെ അവൻ്റെ ഐറ്റം, ഞാൻ വിചാരിച്ച ഐറ്റം കിട്ടില്ല. ഓക്കെ, ഇനി മരം വേണോ? എടുത്ത് വെക്കാം. ഓക്കെ, അവിടെ എന്താ? അതെന്താ സംഭവം? നോക്കാം. ഓക്കെ, അയൺ സോഡ്. ഇതെങ്ങനെ വന്നു? നല്ല അടിപൊളി അയൺ സോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആരുടെ എന്തോ നല്ല കിടുക്കാച്ച അയൺ സോഡ് തന്നെ. നമുക്കെന്തെങ്കിലും സാൻഡ് ഒന്ന് കളയണം. ഈ സാൻഡ് ഇവിടെ നിന്നിട്ട് എന്തൊക്കെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ഏതായാലും ഷെൽട്ടർ ഉണ്ടാക്കുമ്പോൾ ഇവിടെ മാത്രം കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അതൊരു ബ്യൂട്ടിയുടെ കുറവ് തെളിയിച്ചാണ്. പിന്നെ നമുക്ക് ഡേർട്ടല്ല, സാൻഡ് ഒളിച്ച് മാറ്റാം. ഈ സാൻഡ് മൈൻ ചെയ്ത് പോയി നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ് സ്റ്റോൺ. അത് ഈ സാൻഡ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, പുതിയ അയൺ സോഡുകൾ നമുക്ക് അവനെ തീർക്കാം. ഹലോ, ഇതല്ലേ പറ്റി? എടാ പോവല്ലേടാ, നീ പോവല്ലേ? അയ്യോ അയ്യോ അയ്യോ, കുട്ടി പാടിഞ്ഞാറാണ് ഇത്. എൻ്റെ അമ്മോ, അവൻ്റെ സ്പീഡ് വേറെ ലെവലാണ്. ആ കുട്ടി പാടിഞ്ഞാറിൻ്റെ. ഒക്കെ നമ്മളിത് ഇവനെ അടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ വെട്ടിയ മരങ്ങളെല്ലാം ഇപ്പോൾ തൽക്കാലത്തിന് അത് മതി. കാരണം ഇപ്പം തന്നെ ഒരുപാട് മരമായി. വുഡാക്കിയിട്ടും ബാക്കി ഒരു സ്റ്റാക്കും ബാക്കി അരയും ബാക്കിയാണ്. ഒക്കെ പുതിയൊരു അയൺ സോഡ് നമുക്ക് കിട്ടി, ഗൺ പൗഡർ കിട്ടി, സ്ട്രിങ്, സ്പൈഡർ ഐ, പിന്നെ അതെന്താ റോട്ടൻ ഫ്ലഷ് കിട്ടി, സാൻഡ്, ന്യൂട്ടിലസ് ഷെല്ലോ എന്താണെനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലെസണ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇങ്ങനെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.